everyone. Welcome to Ashdi's Platter. ഞാൻ ഡോക്ടർ അശ്വതി ജയശ്രീ. ഇന്ന് നമ്മൾ നോമ്പുതുറ സ്പെഷ്യൽ ഈന്തപ്പഴം പൊരിച്ചതാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈന്തപ്പഴം തനിയെ പൊരിച്ചതാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഫില്ലിങ്ങോടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ അത് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഈന്തപ്പഴം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത്യാവശ്യം വലുപ്പമുള്ള ഈന്തപ്പഴം നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും, പഞ്ചസാര ആവശ്യത്തിന്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കോൺഫ്ലോർ പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ശരിക്കും ഇത് ഏത്തക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി പോലെ തന്നെ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിന്ന് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. മൈദ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തവർക്ക് മൈദ ചേർത്ത് ഇത് ഉണ്ടാക്കാം. പിന്നെ ബാറ്റർ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇനി നമുക്ക് എങ്ങനെ ബാറ്റർ തയ്യാറാക്കാമെന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ ബാറ്റർ തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളത്. എത്ര ഡേറ്റ്സ് ആണോ ഫ്രൈ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം ബാറ്റർ തയ്യാറാക്കാൻ. ആദ്യം തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ചെറിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു വിസ്ക് വെച്ചിട്ടാണ് ബാക്കി മിക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വിസ്ക് ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. മാവ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ടയൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് പഴംപൊരിയേക്കാളും ശകലം കൂടി ലൂസായിട്ടാണ്. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈന്തപ്പഴം പൊരിച്ചെടുക്കുമ്പോൾ മാവ് അധികം ഈന്തപ്പഴത്തിൽ പിടിക്കില്ല. കുറച്ച് മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്യുമ്പം കാണാൻ ഭംഗിയുണ്ടാവും. ഞാൻ പൊരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് യെല്ലോയും ബ്ലാക്കോടുള്ള കോൺട്രാസ്റ്റ് കളറായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ കൺസിസ്റ്റൻസിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഒരു മധുരപലഹാരമായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം കുറച്ചും കൂടെ ബാറ്റർ തിക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 4 മണി പലഹാരമായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിം റെസിപ്പി തന്നെ ഈ ഒറ്റ ഒരു കൺസിസ്റ്റൻസി വ്യത്യാസത്തിൽ 2 ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതേപോലെ തന്നെ ചെയ്യുക. ഈന്തപ്പഴം തയ്യാറാക്കാൻ ഭയങ്കര ഈസിയാണ്. ഒന്നുമില്ല, ഈന്തപ്പഴം എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പൊളിക്കുക. ഒരു സൈഡ് മാത്രമേ പൊളിക്കാവുള്ളൂ, മൊത്തത്തിൽ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പാടില്ല. ഒരു അങ്ങ് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഒരു അണ്ടിപ്പരിപ്പ് എടുക്കുക, വെക്കുക, എന്നിട്ടങ്ങ് ക്ലോസ് ചെയ്യുക. ശരിക്കും ഈ ഈന്തപ്പഴത്തിൻ്റെ സീഡിന് പകരം നമ്മൾ ഇതിനകത്തിൽ അണ്ടിപ്പരിപ്പ് വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് ബദാമിൽ നമ്മൾ ചെയ്യുന്നത്. ആൽമണ്ട് അല്ലെങ്കിൽ ബദാം ഇഷ്ടമുള്ളവർക്ക് അത് ഫില്ല് ചെയ്യാം, അണ്ടിപ്പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് അത് ഫില്ല് ചെയ്യാം. ഇത് രണ്ടും അല്ല, കുറച്ച് തേങ്ങയും പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അണ്ടിപ്പരിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ചെറുത് സെലക്ട് ചെയ്താൽ ഈസി ആയിരിക്കും കേട്ടോ ഫില്ല് ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ അണ്ടിപ്പരിപ്പും കുറച്ച് ചെറിയ ബദാമും നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ചെറുതെടുത്താൽ നല്ലതായിരിക്കും. പക്ഷെ ഡേറ്റ്സ് മാക്സിമം സൈസിലെടുത്തോ. അങ്ങനെ ബാക്കിയുള്ള ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവ് ജസ്റ്റ് മുകളിലോട്ട് പൊങ്ങി വരുമ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത മാവ് അങ്ങ് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ എണ്ണയിൽ കിടന്നിട്ട് ഇത് വല്ലാതെ കരിയും.
ഡേറ്റ്സ് എടുക്കുക, ഈ ബാറ്ററിൽ അങ്ങ് ഡിപ്പ് ചെയ്യുക നന്നായിട്ട്, എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക എണ്ണ തെറിക്കാതിരിക്കാൻ. ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കണം. ഇതേ ബാറ്ററിൽ തന്നെ നമുക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ കുറച്ചും കൂടെ കട്ടിയുണ്ടെങ്കിൽ ഈ ഒട്ടും എന്താണ് ഉള്ളിൽ ഫില്ലിംഗ് എന്നറിയാത്ത രീതിയിൽ ഫുള്ള് ബാറ്റർ കവർ ചെയ്ത് കിട്ടും. പക്ഷെ എനിക്ക് ഈ ഒരു കളർ കോൺട്രാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റിയെടുക്കാം. നമ്മുടെ ഈന്തപ്പഴം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഫ്രൈ ചെയ്തതൊന്നും നമുക്കങ്ങനെ ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നമുക്ക് ചെറുതായിട്ട് പറയാം ഇതൊരു ഹെൽത്തി ഡിഷാണെന്ന്. അതുമാത്രമല്ല ഇതൊരു വെറൈറ്റി ഡിഷുമാണ്. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ കുട്ടികൾക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു സോ മച്ച്.